എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കുംബർ പച്ചടിയാണ്. അതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഈ കുക്കുംബർ വേവേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് നാളികേരം അരച്ചതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നാളികേരം അരയ്ക്കാനായി നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇതിൽ 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂണിൽ കുറച്ച് കുറവായിട്ട് കടുകും ചേർത്ത് കുറച്ച് തിക്ക് പരുവത്തിലായിരിക്കണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. നന്നായി അരയണം നാളികേരം. നമ്മളിത് നന്നായി ഒന്ന് അരച്ചു. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കുക്കുംബറിലേക്ക് ഈ നാളികേരം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ കുക്കുംബർ വേവേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഈ നാളികേരവും കൂടി ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും, കാരണം നമ്മൾ അത്ര വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടുമില്ല. ഇനി ഈ കുക്കുംബർ വേവേണ്ട ആവശ്യവും ഇല്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. നമ്മളൊരു 4 സ്പൂൺ ഇവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ പുളിപ്പില്ലാത്ത തൈരാണ്, പാകത്തിന് പുളിപ്പുള്ള, അതുകൊണ്ട് നമുക്ക് 4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല കട്ടിയുള്ള 4 സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം തൈര് ചേർത്ത ശേഷം തിളയ്ക്കാൻ പാടില്ല. ഫ്ലെയിം ഓഫ് ചെയ്തു, തൈര് ചേർത്ത് കൊടുത്തു. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കുക്കുംബർ പച്ചടി റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കുക്കുംബർ പച്ചടി. കാരണം നമ്മൾക്കതിൻ്റെ കഷ്ണങ്ങൾ വേവേണ്ട ആവശ്യവുമില്ലല്ലോ. അതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാം. സദ്യക്കൊക്കെ വിളമ്പാൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കുക്കുംബർ പച്ചടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുകൊന്ന് താളിച്ച് കൊടുക്കാം.